ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ചൂടത്തെല്ലാം നമുക്ക് അടിപൊളി ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അതിനുവേണ്ടി നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു 1/4 കപ്പ് പാലിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 ലിറ്റർ പാലെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ടുണ്ട്. അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് നമുക്ക് അടി കട്ട പിടിക്കാതെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കസ്റ്റാർഡ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ തുടരെ ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കാനും കരിയാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി, അധികം കുറുക്കിയെടുക്കേണ്ട, ഒരു മീഡിയം ടു ഒരു ലെവലിൽ കുറുക്കിയെടുത്താൽ മതിയാവും. ഇപ്പം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയിലായി കഴിഞ്ഞാൽ തണുത്ത് വരുമ്പോൾ നല്ലപോലെ കട്ടിയായി പോവും. ഇനി നമുക്കതൊന്ന് ചൂടൊന്ന് ആറാനായിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കൊന്ന് റാപ്പ് ചെയ്ത് നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. നല്ല തണുത്ത് കഴിക്കുന്നതാണ്, ഒരു അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് ഐസ്ക്രീമിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്താൽ ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് തണുത്ത് വരുമ്പോഴത്തേനും കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ആപ്പിളും ഗ്രേപ്സ് മാതളമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബനാന ഉണ്ടെങ്കിൽ ബനാന, മാംഗോ എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ് കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കസ്റ്റാർഡെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു.